സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേക യൂട്യൂബ് ചാനൽ വഴി ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ. സ്തോത്രം. നല്ലൊരു പ്രഭാതം കൂടെ ദൈവം തന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. ഈ മെയ് മാസം 19 ദിവസം വരെ നമ്മെ സൂക്ഷിച്ച ഒരു സ്വർഗം നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവ് നമ്മെ അതിശക്തമായി അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ പ്രാർത്ഥനയോട് നമുക്കായിരിക്കുമ്പോൾ ഇയ്യോബിൻ്റെ പുസ്തകം 11-ാമത്തെ അധ്യായം, ഇയ്യോബിൻ്റെ പുസ്തകം 11-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെത്തിരിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖം ഉയർത്തും, നീ ഉറച്ച് നിൽക്കും, ഭയപ്പെടുകയുമില്ല. സ്തോത്രം. അതെ, നീ കഷ്ടത മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഇവിടെ നമ്മൾ വായിച്ച് കേട്ടത്. സ്തോത്രം. ഒത്തിരി വേദനയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഇയ്യോബിന് ഒത്തിരി വേദനകൾ ജീവിതത്തിൽ കടന്നു വന്നു. വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേദന സഹിച്ച ഒരു വ്യക്തിയാണ് ഇയ്യോബ്. എന്നാൽ ഇയ്യോബിൻ്റെ ആമേൻ ജീവിതത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ വന്നിട്ടും ഇയ്യോബ് ആമേൻ ധൈര്യത്തോടെ നിന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് പകലിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ, ആമേൻ, നമ്മൾ ഓർക്കാതെ, നമ്മൾ ഇതുവരയ്ക്ക് പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് നമുക്ക് വരുന്ന വേദനയുണ്ടല്ലോ, അതൊരിക്കലും നമുക്ക് സഹിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. അത് മക്കളിൽ നിന്നാകട്ടെ, അത് ഭാര്യയിൽ നിന്നാകട്ടെ, അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നാകട്ടെ, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന സ്നേഹിതന്മാരിൽ നിന്നോ, ആമേൻ, ഇല്ലെങ്കിൽ നമ്മൾ ചേർത്ത് പിടിക്കുന്ന ചില വ്യക്തികളിൽ നിന്നോ നമ്മൾ പ്രതീക്ഷിക്കാത്ത വാക്കുകളോ വേദനകളോ വരുമ്പോൾ നമുക്ക് പലപ്പോഴും, ആമേൻ, സഹിക്കാൻ കഴിയത്തില്ല. പക്ഷെ ഇവിടെ ഇയ്യോബിനോട് ദൈവം പറയുന്ന ഒരു ദൂത്, പ്രൈസ് ദി ലോർഡ്, അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖമുയർത്തും, നീ ഉറച്ചു നിൽക്കും, ഭയപ്പെടുകയില്ല. കണ്ടോ, ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് തൻ്റെ 10 മക്കൾ ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു. ആമേൻ. ഈ കേൾക്കുന്ന ഏതെങ്കിലും പിതാക്കന്മാരോ മാതാക്കന്മാരോ ഒരു ദിവസം കൂടെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ തലമുറകളെല്ലാം നഷ്ടപ്പെട്ടതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷെ ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് ഒറ്റ ദിവസം കൊണ്ട്, സ്തോത്രം, അല്ലാതെ ഒത്തിരി ഒത്തിരി അഭിഷിക്തന്മാരുടെ ജീവിതത്തിൽ ഒത്തിരി വേദനാജനകമായ അവസ്ഥകൾ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി വേദനാജനകമായ അവസ്ഥകൾ ഓരോ പാസ്റ്റർമാരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. പക്ഷേ ഇവിടെ ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് വന്ന വേദനകളെന്ന് പറഞ്ഞാൽ, ആമേൻ, ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയാത്ത വേദനകളാണ് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത്. സ്തോത്രം. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അവിടെ എല്ലാം ദൈവം തന്നു, ദൈവം എടുത്തു. ആമേൻ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ഇയ്യോബ് പറഞ്ഞ്, ആമേൻ, സമാധാനപ്പെടുവാനിടയായി. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വിഷമം വരുമ്പോൾ നമ്മൾ ഒരിക്കലും, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ദൈവം തന്നു അല്ലെങ്കിൽ ദൈവം എടുക്കട്ടെ എന്നൊന്നും പറയത്തില്ല. പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വേദനയുടെ നടുവിൽ സഭ വരെ മാറും, പള്ളി വരെ മാറിപ്പോവും. ആമേൻ. ഇനി ഈ പള്ളിയിൽ പോകണ്ട, വേറെ ചർച്ചിലേക്ക് പോകാം. പക്ഷേ ഇയ്യോബിന് നോക്കൂ, എങ്ങനെയാണോ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ, ആമേൻ, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ, ആമേൻ, ഇയ്യോബ് ദൈവവുമായിട്ട് ബന്ധം നോക്കൂ. 31-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെയും 5-ാമത്തെയും 6-ാമത്തെയും വാക്യത്തിലേക്ക്, നമ്മൾ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എൻ്റെ ഹൃദയം എൻ്റെ കണ്ണിന്, ആമേൻ, പിന്തുടർന്നുവെങ്കിൽ വല്ല കറയും എൻ്റെ കൈക്ക് പറ്റിയെങ്കിൽ. സ്തോത്രം. കണ്ടോ, അപ്പോൾ ഇയ്യോബ് ഉറപ്പിച്ചു പറയുക, എൻ്റെ ജീവിതത്തിൽ
അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഇയ്യോബിന് നല്ല ബോധ്യമുണ്ട്. സ്തോത്രം. എന്നാൽ ഇയ്യോബിനെ പുറകെ നടന്ന് വേദനിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ? പുറകെ നടന്ന് നിങ്ങളെ ശല്യപ്പെടുത്തുന്ന, നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന, നിങ്ങളെ വേദനിപ്പിക്കുന്ന, പുറകെ നടന്ന് ഒരു കാര്യവും വേണ്ട, അങ്ങോട്ടൊന്നും സംസാരിച്ചില്ലെങ്കിലും നിങ്ങളുടെ പുറകെ നടക്കുന്നെങ്കിൽ ചിന്തിക്കൂ, നിങ്ങളിൽ ലോകത്തെ ജയിച്ചവൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. സ്തോത്രം. ഇപ്പം ലോകത്തെ ജയിച്ചവൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് പ്രൈസ് ദി ലോർഡ് നിങ്ങളുടെ അവരുടെ മുമ്പിൽ നിങ്ങൾ വ്യത്യസ്തമായ തലത്തിൽ അവർ നിങ്ങളെ കാണുന്നത് കൊണ്ടാണ് നിങ്ങളെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നത്. ആമേൻ. അതുകൊണ്ട് പ്രാർത്ഥന വിടരുത്, നിങ്ങൾ ചെയ്തു വരുന്ന മിനിസ്ട്രി വിടരുത്. ഇത് നിങ്ങൾക്ക് അടുത്ത ഒരു തലത്തിലേക്ക് ഉയരുവാനുള്ള, അടുത്തൊരു ഘട്ടത്തിലേക്ക് നിങ്ങൾ ഉയരുവാൻ, നിങ്ങളുടെ മുഖം ഉയർത്തുവാനുള്ള ഒരവസരമാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു തലത്തിലേക്ക് നിങ്ങൾ ഉറച്ചു നിൽക്കുവാനുള്ള ഒരു തലത്തിലേക്കാണ് ഈ വരുന്ന വേദനകൾ. അത് ഇയ്യോബിന് നല്ലവണ്ണം അറിയാം. ആമേൻ. സ്തോത്രം. അത് നോക്കിക്കേ, 16-ാം വാക്യം. അതെ, നീ കഷ്ടത മറക്കും. ആമേൻ. ശരിയല്ലേ? ഇയ്യോബ് മറക്കും കഷ്ടത. അടുത്ത് പറയുന്നത്, ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. അപ്പോൾ ഒഴുകിപ്പോകും. നമ്മൾ ഒഴുക്കിലേക്ക് നടക്കുമ്പോൾ ഒരു തോടോ ഒരു പുഴയോ മറികടന്ന് നമ്മൾ ആ മറുകര എത്തുമ്പോൾ നമ്മൾ നമ്മുടെ കാലിൽ പറ്റിയ വെള്ളം ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. ഒരിക്കലും കാണാൻ കഴിയുമോ? ഒരു തോടിൽ നിങ്ങളൊരു ആറിൽ കുളിക്കാനോ അല്ലെങ്കിൽ ആറ് ക്രോസ് ചെയ്ത് നിങ്ങൾ മറുകര പോകുമ്പോൾ, ഒരു തോട് ക്രോസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങളുടെ കാലിൽ പറ്റിയ വെള്ളം നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഈ വചനം ശക്തമായി നമ്മോട് സംസാരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വന്ന വേദനകൾ ഒഴുകിപ്പോയ വെള്ളം പോലെയാകും. നിങ്ങൾ ഒരിക്കലും അതിനെ പിന്നെ കാണത്തില്ല. അതാണ് ആമേൻ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയ ഇസ്രായേലിനത്തോട് ദൈവം പറഞ്ഞത്, ഇനി ഒരു നാളും, ആമേൻ സ്തോത്രം, ഇനി ഒരു നാളും നിങ്ങൾ എന്ത് ചെയ്യില്ല, ആമേൻ സ്തോത്രം, മിസ്രൈമിൽ എന്ത് ചെയ്യില്ല, കാണുകയില്ല. സ്തോത്രം. ആമേൻ. അവർ നിങ്ങളെ ജയിക്കില്ല. ഹല്ലേലൂയ. അപ്പം അത്ര ശക്തമേറിയ ദൂതുകൾ ഇന്ന് കണ്ട മിസ്രൈമിനെ നിങ്ങൾ ഇനി ഒരു നാളും കാണില്ല. അത് ഉറപ്പാണ്. കാരണം ചെങ്കടൽ കടന്നു. ഇനി ഒരു നാളും ഈ മിസ്രൈം നിങ്ങളെ പിന്തുടരുകയില്ല. മിസ്രൈമിൽ അടിമത്വം ഇതോടെ തകരാൻ പോകുകയാണ്. നിങ്ങൾ ആരൊക്കെയോ ഈ സന്ദേശം കേട്ട് ഇപ്പോഴും കരയുന്നവരുണ്ട്. ആമേ. നിങ്ങളുടെ ചെറിയ വേദനകളെ അതിനെ മുറിവേൽപ്പിച്ച് ഒരു മുറിവേറ്റ ഒരു മൃഗത്തെ പോലെ നിങ്ങളായിരിക്കുക. കാണുമ്പോൾ പകരം വീട്ടാം, കാണുമ്പോൾ എനിക്ക് 5 കാര്യം പറയണം. മുറിവേറ്റിരിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ വേണ്ട. ആമേൻ. നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കമാണ് ഈ ഉള്ള വേദനകൾ. ഹല്ലേലൂയ. ശത്രു നിങ്ങളെ കണ്ട്, നിങ്ങളുടെ ഉയർച്ച കണ്ട് നിങ്ങളെ പിന്തുടരുന്നെങ്കിൽ ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഒരു നാളും കാണുകയില്ല. പ്രസ്തുത അത് ഒഴുകിപ്പോയ ഒരു വെള്ളം പോലെയാണ്. അതിനി ഒരിക്കലും നീ കാണത്തില്ല. യോബിനെ ദൈവം അങ്ങ് എടുത്ത് ഉപയോഗിക്കുകയാണ്. സ്തോത്രം. ആമേൻ. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് അടുത്ത് പറയുന്നത്, നീ മുഖം എന്ത് ചെയ്യും, ഉയർത്തും. ഹല്ലേലൂയ. സ്തോത്രം. നിന്നെ കുറ്റം ആരോപിച്ചവരുടെ മുൻപിൽ, നിന്നെ മനഃപൂർവ്വം കുറ്റം അടിച്ചേൽപ്പിച്ചവരുടെ മുൻപിൽ, നിന്നെ തോൽപ്പിച്ച് നീ തോറ്റ് കാണാൻ ആഗ്രഹിച്ചവരുടെ മുൻപിൽ നിന്റെ മുഖം ദൈവം ഉയർത്തും. നിന്റെ പരാജയം കാണാൻ, നിന്റെ വീഴ്ച കാണാൻ, ആമേൻ, നിന്നെ ഉന്മൂലനാശം ചെയ്യുവാൻ ഓർത്തിരുന്നവരുടെ മുൻപിൽ നിന്റെ തലയെ ദൈവം ഉയർത്തും, നിന്റെ മുഖത്തെ ദൈവം ഉയർത്തും. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ആ സ്വർഗത്തിലേക്ക് നമുക്ക് നോക്കാം. ആമേൻ. ഇവിടെ വായിച്ചത്, അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖമുയർത്തും, നീ ഉറച്ചു നിൽക്കും, ഭയപ്പെടുകയില്ല. അതെ, നീ കഷ്ടത മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. നിന്റെ താഴ്ച കാണാൻ ആഗ്രഹിച്ചവർ, നിന്നെ നശിപ്പിച്ച് കാണാൻ ആഗ്രഹിച്ചവർ, നിന്നെ പരിഹസിച്ചവർ, നിന്നെ നിന്ദിച്ചവർ, നിന്നെ അപവാദം പറഞ്ഞവർ, ഇവരെല്ലാം നോക്കി നിൽക്കേ
നിന്നെ ദൈവം ഉയർത്തും, നഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് മടക്കി ഏൽപ്പിക്കും എന്ന് പറഞ്ഞ് യോബിനെ ആശ്വസിപ്പിക്കുക. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ജനത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, അത്ഭുതം ചെയ്യും. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും ശക്തമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.